അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മളുടെ ആനുകാലികമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നമ്മുടെ കൂടെ നമ്മുടെ ഏതാനും സുഹൃത്തുക്കളും ഉണ്ട്. ഒക്കെ സമസ്തയുടെ ഖാദിമീങ്ങളും പ്രവർത്തകരുമായ സുന്നത്തിമായത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തന ഗോതയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. നമ്മുടെ സിറാജ് വളാഞ്ചേരി, ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദ്, അതുപോലെ സുഹൈർ അസ്ഹരി തുടങ്ങിയ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ്. ഏതായാലും നമ്മൾ സംസാരത്തിൽ നമ്മൾ ആദ്യം ഇന്ന് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് മറ്റ് അവസരങ്ങളിലും മറ്റു വീഡിയോകളിലൂടെയും ഇൻഷാ അല്ലാഹ് പല വിഷയങ്ങളും നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദും നമ്മുടെ MP കടുങ്ങല്ലൂരും, ഇവർ രണ്ടാളും അവരുടെ ഒരു ടോക്ക് സുന്നത്തിമായത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും, തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ തെറ്റിദ്ധാരണ നീങ്ങാൻ വലിയ ഒരു സാഹചര്യം ഒരുക്കിയ ഒരു സംഭാഷണമായിരുന്നു അത്. ഹമീദ് ഫൈസി ഉസ്താദിന്റെയും MP കടുങ്ങല്ലൂരിന്റെയും സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് അതിനെ കുറിച്ചൊരു വിലയിരുത്തല് കേട്ട ശേഷം? അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഞാൻ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ട്, രണ്ടുപേരുടെ അഭിമുഖം മുഴുവനായിട്ട് ഇരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ, മുമ്പ് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉസ്താദ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സമസ്തക്ക് അനുയോജ്യമായ, അതുപോലെ തന്നെ മറ്റു മറുവിഭാഗത്തിനും കൂടി അനുയോജ്യമായ ഒരാളെ ഇതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, അത് ഇന്ന ആളാണ് എന്നുള്ളതൊക്കെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായിരുന്നു എന്നുള്ളതൊന്നും ആരും പൊതുസമൂഹത്തിന് അറിയില്ലായിരുന്നു. അതേസമയം അതൊക്കെ ഇപ്പോൾ വന്നപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇന്ന ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്, ഇത്രയും ഇതിന്റെ പിന്നിൽ സമസ്ത ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിമുഖം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല അതിൽ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ, ഇത് കുറച്ചു മുമ്പ് ഇവരിത് വളരെ വൈകിട്ടാണ് ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അതിൽ തന്നെ അദ്ദേഹം മറ്റേ ഹമീദ് ഫൈസി ഉസ്താദിന്റെയും അതുപോലെ തന്നെ MP ഉസ്താദ് കടുങ്ങല്ലൂർ ഉസ്താദും കൂടിയും പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് ഇത് കുറച്ച് നേരത്തെ ആവണമായിരുന്നു എന്നുള്ളത്. ഇതൊരു പക്ഷേ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, അല്ലെങ്കിൽ ഇത് വലിയൊരു സങ്കീർണമായ വിഷയത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാകാം ഒരു പക്ഷേ ഇതൊന്നും തുറന്നു പറയാതിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അല്ല, അതിൽ അവരത് പറയുന്നുണ്ട് അല്ലേ, അത് പരമാവധി നമ്മളുടെ ഇടപെടൽ പ്രശ്നം സങ്കീർണമാവാതിരിക്കാൻ വേണ്ടിയിട്ട് മൗനം പാലിച്ച്, അറിയുന്ന പല കാര്യങ്ങളും പറയാതെ മൗനം പാലിച്ച്, ഇപ്പോഴും പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്നാണ് എന്റെ അഭിപ്രായം. ഇതില് നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് ഇതിന്റെ ബാക്കിലുള്ള സംഗതികൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും CAC-യുമായി നടന്ന വിഷയങ്ങളിൽ ഭൂരിഭാഗം ഒരു 95% നമ്മുടെ നേതാക്കൾ ഇപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദും പിന്നെ MP കടുങ്ങല്ലൂർ ഉസ്താദും കൂടി പറഞ്ഞപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും പിന്നിൽ നേരത്തെ സിറാജ് വളാഞ്ചേരി പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ഇതൊക്കെ എന്നോ അവസാനിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. ആരുടെയോ ഒരു ദുർവാശി, ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തൊരു തീരുമാനം. നമുക്ക് അതുപോലെ തന്നെ മുസ്ലിം പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, അദ്ദേഹം ഹമീദ് ഫൈസിന്റെ വാക്കിന് അടിവരയിടാം, ഒരു പ്രശ്നം തീർക്കുന്നതിൽ അതിമികവ് പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം, അല്ലേ? അങ്ങനത്തെ ഒരു മനുഷ്യൻ, അവരൊക്കെ പാടെ ചേർന്നെടുത്തൊരു തീരുമാനം, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ദൂതനെ വിടുകയാണ് ആലിക്കുട്ടി ഉസ്താദിന്റെ വീട്ടിലേക്ക്. അത് നടക്കൂല കേട്ടോ. എന്താണ് അതിന്റെ കാരണം? അതിന് പറഞ്ഞൊരു കാരണം, പാണക്കാട്ട് വെച്ച് നടന്നൊരു ചർച്ച തീരുമാനമാകാതെ പിരിയാൻ. അപ്പൊ തങ്ങൾ എത്ര വേദനിച്ചിട്ടുണ്ടാവും? അത് ആരുടെ വാശിയാണ്? പക്ഷെ ഈ വിഭാഗമാണ് പാണക്കാട് സാദാത്യങ്ങളുടെ പാണക്കാട് പ്രേമത്തിന്റെ ആൾരൂപങ്ങൾ എന്നാണ് ഇപ്പോ നിലവിലെ അവരുടെ അവസ്ഥകളൊക്കെ. ഞാൻ തുറന്നു പറഞ്ഞാൽ അവരുടെ കുതന്ത്രങ്ങൾ പൊതുസമൂഹം അറിയാതിരിക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ച പുകമറയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറി നന്ന് നമുക്ക് വേണം. അതെ,
നേരത്തെ നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചു. അതെ, കറിയൊക്കെ ഉഷാറാണ്, ഞമ്മക്ക് വേണ്ട എന്നതുപോലെ സംഗതിയൊക്കെ ഉഷാറാണ്, പക്ഷെ നമ്മളെടുത്ത് തെറ്റ് വരണ്ട. അതാണല്ലോ ഇപ്പൊ ഇത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനം നിലനിൽക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാൾ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? 2 കാര്യമാണ് അവിടെ ചെയ്യാനുള്ളത്. ഒന്നിരിക്കൽ എൻ്റെ ഉസ്താദുമാരും അതുപോലെ കേരളീയ സമൂഹത്തിൽ മുസ്ലിം ബഹുഭൂരിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കട്ടെ. ഇതൊന്നും ഇസ്ലാമിക വിരുദ്ധമായ ഒന്നുമില്ലതിൽ, ഞാൻ അംഗീകരിക്കട്ടെ. അതാ, എന്നിട്ട് ഈ ഒരു വിഷയങ്ങൾ ഒതുങ്ങട്ടെ എന്ന് കരുതണം. അല്ലെങ്കിൽ എന്തൊക്കെ ആയാലും വേണ്ടില്ല, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വെച്ചൊരു നിർദ്ദേശമല്ലേ, ഞാൻ അങ്ങനെയാണല്ലോ സാധാരണക്കാരൊക്കെ ചെയ്യുന്നത്. പാണക്കാട് ഒരു ചർച്ച നടക്കുന്നു, ഓക്കെ തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്. ഇത് അവിടുന്ന് ആര് പറഞ്ഞാലും ഞാൻ വഴങ്ങില്ല, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാച്ചു കുലുങ്ങൂല എന്ന ഒരു സ്വഭാവം. അതുപോലെ ഈ പൊതുവെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു നല്ല ഒരു വിദ്യാഭ്യാസ സംവിധാനം, ആ സംവിധാനത്തെ ചില അസൂയക്കാരായ ആളുകൾ തകർത്തുന്ന ഈ രീതിയിലാണ് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പൊ ഇന്ന് ഹമീദ് ഭായ് ഉസ്താദ് പറയുമ്പോഴാണ് പല കാര്യങ്ങളും അവർ അറിയുന്നത്. ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ കളിച്ചതാണ് എന്ന ഒരു ധ്വനി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും ഗുരുതരമായ പല പ്രശ്നങ്ങളവിടെ ഉണ്ട്. പിന്നെ ഭരണഘടന ഭേദഗതി അടക്കമുള്ള, അതേപോലെ ഇപ്പോ പാണക്കാട് സ്നേഹം നമ്മളെ പഠിപ്പിക്കാൻ നടക്കുന്ന ഇവര് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുള്ള കാലത്ത് അവരോട് നിർദ്ദേശിച്ച പല നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയിട്ടുണ്ട്. അതെ, അത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞിട്ട് തങ്ങൾ കൽപ്പിച്ചിട്ട് പോലും, തങ്ങളുടെ അഭിപ്രായമല്ല, തങ്ങൾ കൽപ്പിച്ചിട്ട് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. സലാം ബാക്കർ ഉസ്താദ് നേരത്തെ അതിന്റെ മുമ്പ് പറഞ്ഞൊരു വിഷയം വളരെ ഗൗരവല്ലേ, മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്തോളിയും. എന്താ ഇത്രയും കാലമായിട്ട് ഇത് പുറത്തു പറയാതിരുന്നത്? എന്തായിരുന്നു ഇത്രയും കുറെ എന്നോ പറയേണ്ട ഒരു സംഗതിയായിരുന്നത്? എന്താ ഇത്രയും കാലമായിട്ട് ഇത് പറയാതിരുന്നത്? ആ ചോദ്യം MP കടുങ്ങല്ലൂർ അമിത് വൈസിനോട് ചോദിക്കുന്നുണ്ട്. അതിന് ഉസ്താദ് പറഞ്ഞ മറുപടിയാണ് എന്റെ യാഥാർത്ഥ്യം. ഇപ്പോഴും അവർ പലതും നമ്മളൊക്കെ അറിയുന്ന തന്നെ പല കാര്യങ്ങളും എന്തുകൊണ്ട് ഉസ്താദ് അത് പറഞ്ഞില്ല എന്ന് നമുക്കുണ്ട്. അതായത് ഉസ്താദിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ സംസാരിക്കുന്നത് ഇതിന്റെ ഈ ഒരു മസ്ലഹത്തിന്റെ വഴികൾക്ക് തടസ്സമാവരുത് എന്നാണ്. പക്ഷേ ശത്രുക്കൾ മുമ്പ് തന്നെ, അതുകൊണ്ടാണ് ഇത്രയും അത് ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. അത് പരിഹരിക്കപ്പെടുമ്പോൾ നമ്മളുടെ സംസാരങ്ങളും മറ്റും എന്തായാലും അതിനൊരു തടസ്സമാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് പലർക്കും വേദന ഉണ്ടാക്കും. അറിയുന്ന പല കാര്യങ്ങളും പറഞ്ഞാൽ പലർക്കും വേദനിക്കും. പക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടിൽ വേദനിക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ മറുപക്ഷത്ത് ഒരു വളരെ നമ്മള് ഇപ്പൊ അവരുടെ പ്രവർത്തനങ്ങളും മറ്റും കാണുമ്പോഴേ ഒരു നിലക്കും സുന്നത്യമായത്തുമായി ഒരു കടപ്പാടും ദീനുൽ ഇസ്ലാമും തന്നെ ഒരു ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ വിഭാഗം നടത്തിക്കൊണ്ടിരുന്നത്. യാതൊരു സംശയമില്ല. ഇപ്പൊ ഇന്ന് ആ അഭിമുഖത്തിൽ ഹമീദ് വൈസി ഉസ്താദ് പറഞ്ഞ ഒരു ഉമ്മർ കോയ, യഥാർത്ഥത്തിൽ ആ ഉമ്മർ കോയ ആരാ? എന്തായിരുന്നു അവർ ചെയ്ത പണി? ഓരോ നീക്കങ്ങൾ നടക്കുമ്പോഴും സമസ്തയുടെ ഓരോ ആലിമീങ്ങളുടെയും ആരാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നത്, ആ ആളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ എഴുതി സോഷ്യൽ മീഡിയ മുഴുവനും നിറക്കലിരുന്നു പണി. എന്തൊക്കെയാണ് എഴുതിയിരുന്നത്? അപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗമാണ് അവര്. പിന്നെ MT ഉസ്താദിനെ പറ്റി പറഞ്ഞൊരു പരാമർശം കേട്ടില്ലേ? MT ശൂന്യം, ഒന്നുമല്ലാത്തയാൾ എഴുതിയല്ലോ. അതൊരു സാധാരണക്കാരനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടേ. ഒരിക്കലുമല്ല. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആ നിലയ്ക്ക് എഴുതുന്നുണ്ട്. ഇത്ര ലളിതം സുന്ദരമായിരുന്നു അവരുടേത് എന്ന് എഴുത്തുനിന്ന് മനസ്സിലാകുന്നു. ഇപ്പൊ നിലവിൽ അവർ പാണക്കാട് മഹത്വം പറയുന്നില്ലേ? പാണക്കാട് സ്നേഹം, പാണക്കാട് മഹത്വം, പാണക്കാട്ട് പിന്നെ പാരമ്പര്യം ഒക്കെ പറയുന്നില്ലേ? അതേ ആത്മാർത്ഥത തന്നെയാണ് എന്തിനുള്ളത്? ഇസ്ലാം ലളിതം സുന്ദരം എന്നതിനുള്ളത്. രണ്ടും തന്നെ പക്കാനിഫ് തനി കാപ്പട്യം.
ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാത്ത സംസാരങ്ങളാണെന്നൊക്കെ. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഇടക്കാലത്ത് ആബിദ് ഹുസൈൻ തങ്ങൾ ഇവരൊക്കെ കഴിഞ്ഞ ഇലക്ഷന്റെ മുന്നോടിയായിട്ട്, കഴിഞ്ഞതിന് മുമ്പത്തെ പാർലമെന്റ് ഇലക്ഷന്റെ മുന്നോടിയായിട്ട് ഒരു മൊസ്ലഹത്തിനുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായി ഒന്ന് ഇറങ്ങിയിരുന്നവർ. ആ സമയത്ത് ഇവർ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലെ ചില പേജുകളുണ്ട്. നിലവിലുള്ള ഈ സമസ്തയോട് വിമതരായി നിൽക്കുന്ന വാഫികൾ. ആ പേജുകളിൽ എന്താ എഴുതിയത്? ആബിദ് ഹുസൈൻ തങ്ങൾക്കെതിരെയൊക്കെ എഴുതിയില്ലേ? എത്രത്തോളം വെച്ചാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലും വ്യംഗ്യമായി അവരതിൽ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയത്. പല രഹസ്യങ്ങളും, അതായത് നമ്മൾ സംസാരിച്ച പല കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ പൊതുസമൂഹത്തിന് കേൾപ്പിക്കുന്ന പറഞ്ഞു. ബ്ലാക്ക് മെയിലിംഗ്. അതായത് ഒരു വിശ്വാസി സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്വഭാവ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തന രീതിയാണ് ഇത്തരക്കാരിലൂടെ നമ്മൾക്ക് മുസ്ലിം ലോകത്തിന്, കേരളത്തിന് ഇതിലൂടെ പുതുതായി ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഉലമാഇനെ എന്തും പറയാം, അതാരാവട്ടെ എന്നൊരു ചിന്ത. പിന്നെ ഉലമാഇന്റെ അടുത്ത് പോയി എന്തെങ്കിലും കാര്യങ്ങൾ പറയുക, അത് റെക്കോർഡ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ പോലും അങ്ങനെ ബ്ലാക്ക് മെയിൽ പെട്ടിട്ട് മനസ്സുകൊണ്ട് സമസ്തയോടൊപ്പം നിൽക്കുന്ന പല ആളുകളും ഇടങ്ങേറുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതിനെ കുറിച്ച് അറിയുന്ന പല സംഗതികളും എന്താക്കുന്നുണ്ട്, പുറത്ത് പറയുന്നില്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഇവരുടെ അടുത്ത് പല എന്തെങ്കിലും സ്നേഹത്തിൽ ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരെയും ഇടപെടുകയോ ചെയ്യുന്നത് ഒക്കെ റെക്കോർഡിംഗ് ആക്കിയിട്ട് ആ ഒരു സംഗതിയെ പിന്നീട് പുറത്ത് കാണിക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ സമീപനാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഉണ്ടാകുന്നത്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയാം. സൗഹാർദ്ദ സംഭാഷണങ്ങളെ വിശ്വാസവഞ്ചന നടത്തിയിട്ട് ഒപ്പം കൂടിയിട്ട് ഒരു വിശ്വാസവഞ്ചന നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നാലാളുകള് സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ സംസാരിക്കുന്ന പലതും. ഉദാഹരണം എനിക്കറിയാം, ഒരുപാട് നാസർ ഫൈസി ഉസ്താദ് ആദ്യ കാലഘട്ടത്തില് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ ഒക്കെ ഫേസ്ബുക്ക് വാളില് ഈ സമസ്തയോടൊപ്പം കട്ടക്ക് നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ CIC വിഷയത്തിലൊക്കെ ശക്തമായി സമസ്തയുടെ ഭാഗത്ത് നിന്ന വ്യക്തിയാണ്. പിന്നീട് ഇവരുടെ ഒരു റേറ്റിംഗ് വന്നു, വാഫികളുടെ ഒരു റേറ്റിംഗ് വന്നു. കൂടുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നാൽ ഞങ്ങൾ പല രഹസ്യങ്ങളും ഒന്നു മാത്രമല്ല, ഒരാൾ മാത്രമല്ല, അങ്ങനെ അവർക്ക് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ അതുമായി വാദിക്കുന്ന പല ആളുകളുടെയും സമീപനം അല്ലെങ്കിൽ പല നിലപാട് അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് വേണ്ടി ചർച്ച നടത്താനും അല്ലെങ്കിൽ അത് ശരിയല്ല, അവരുടെ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിരുന്ന പല ആൾക്കാരുടെയും ബ്ലാക്ക് മെയിൽ സമീപനത്തിലാണ് അവർ പെട്ടിട്ടുള്ളത്. ആ ഒരു സമീപനം കൊണ്ട് പലവരും ഇപ്പൊ സമസ്തക്കെതിരായിട്ടുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നതും മറ്റുള്ള രീതികളൊക്കെ ഉള്ളത്. ഇതില് പ്രധാനമായിട്ട് എന്താണെന്നറിയോ, ഇവരൊരു ആദ്യമേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതോ അല്ലെങ്കിൽ ഈ കേവലം 2 വർഷം മുമ്പോ ഒന്നല്ല ഇവരുടെ ഈ ഒരു പ്ലാനിങ് തുടങ്ങി. ഇവർക്ക് ഇതിന്റെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത ഈ ഒരു സംവിധാനത്തിൽ ഇടപെടാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അവസാനമായിട്ട് അമീർ ഹുസൈന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞോട് കൂടിയിട്ട് പല ചർച്ചകളും ഇതിന്റെ ബാക്കിൽ നടന്നു, ഇത്രയും എഫേർട്ട് നടത്തിയിട്ടുണ്ട് സമസ്ത എന്ന് മനസ്സിലാകുമ്പോൾ ഇവർക്കാണ് ഇതൊരിക്കലും സമസ്തയോടൊപ്പം കൂടി ചേരരുത് എന്നൊരു ആവശ്യം എനിക്ക് തോന്നുന്നത് CICയുടെ ഭാഗത്തു നിന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടി ചേർന്ന് കഴിഞ്ഞാൽ സമസ്ത ഒരു പക്ഷേ അതിലെന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ സമസ്ത ഇടപെടും. സമസ്ത അതിന് ചിലപ്പോൾ അതിൽ ഇടപെട്ടിട്ട് കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ തീരുമാനമൊക്കെ ചെയ്യും. ഒരു ഉദാഹരണത്തിന് ആ വിവാഹപ്രായ വിഷയത്തിൽ രക്ഷിതാക്കൾ നേരെ ആദ്യം ഇവിടെ കൊടുത്തിട്ട് പരിഹാരം കാണാത്തതുകൊണ്ട് സമസ്തയാണ് ബന്ധപ്പെട്ടത്. എന്തുകൊണ്ടാണ്? സമസ്തയുടെ ഒരു സംവിധാനമാണ് എന്ന നിലക്ക് ഇതുപോലുള്ള ഇടപെടലുകൾ വരാതിരിക്കണമെങ്കിൽ സമസ്തയുമായിട്ട് ഇതിന് ബന്ധം പാടില്ല എന്നത് അവരുടെ ആവശ്യമാണ്. ഇതിന് വേറൊന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2 വർഷം നിശബ്ദമായി ഇതിന് ചർച്ച നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഈ ചർച്ചയിൽ നിന്ന് ഇവർക്ക് ബോധ്യമായിട്ടുണ്ട് അവരുടെ പലതും മാറ്റേണ്ടി വരുമെന്ന്. അവരുടെ ഭരണഘടനയുടെ വിഷയം, വിവാഹപ്രായത്തിന്റെ വിഷയം. എൻ്റെ ബലമായ സംശയം, ബഹുമാനപ്പെട്ട അമീദ് ഫൈസി ഉസ്താദ് പിന്നെ അതിന് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ. ഈ 2 വർഷത്തിന്റെ ഇടയിൽ നന്നായി മസ്തിഷ്ക പ്രക്ഷാളനം വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ചെയ്യാൻ ഇവർക്ക് സമയം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ സമസ്ത രഹസ്യമായി ആരും അറിയാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇതെങ്ങനെയെങ്കിലും തീരുമാനമാകണമെന്ന്.
ആ തീരുമാനമാകണമെന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ സമസ്തയുടെ നേതാക്കളെയും അതുപോലെ തന്നെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഒരു ഭാഗത്ത് അവർ സ്വകാര്യ സംഭാഷണം നടത്തിയ റെക്കോർഡിംഗ്, മറുഭാഗത്ത് കുട്ടികൾക്കിടയിൽ നേതാക്കളെ മോശമായി ക്ലാസ്സുകളിൽ പറയുക. അതാണ് അമീദ് വൈസി പറഞ്ഞത്. അമീദ് വൈസിന്റെ റിലേഷൻസിൽ ഇതിൽ ബന്ധുവായ ഒരു കുട്ടി എണീറ്റ് ഇനി അത് പറയരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവനവന്റെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടി അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി, നമ്മളൊക്കെ ഇപ്പോ ജാനുവാസികളൊക്കെ നമ്മളൊക്കെ ഉസ്താദുമാരാണ്, ദർസും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ്. അവൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി തിരിച്ച് ഇനി അത് പറയരുത് എന്ന് പറയണമെങ്കിൽ ആ കുട്ടി എത്രമാത്രം അനുഭവിച്ചിട്ടായിരിക്കും ആ കുട്ടി പറയുക. അപ്പൊ ഇവർക്ക് ഇതിന് ഒരു സമയം കിട്ടി എന്നുള്ളതാണ്. അവർ ഉപയോഗപ്പെടുത്തി. എന്തിന്? സമസ്തയെയും സമസ്തയുടെ നേതാക്കളെയും അതിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളെയും ഭാവിയിൽ ഞങ്ങൾക്ക് ഇതിന് ഒപ്പം നിൽക്കാൻ സാധിക്കാതെ പറയാൻ സാധ്യതയുള്ള ആളുകളെയും അവർ മോശമായി ചിത്രീകരിക്കുകയും അവിടെ സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. സമദ് ഫൈസി പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ, ഇത് കൃത്യമാണ്. കാരണം എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് വാഫികൾ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല വാഫികളും ഇത്തരത്തിലുള്ള കാര്യം ഇപ്പൊ ലാസ്റ്റ് ഈ CSC ഇപ്പോൾ സമസ്തയുടേതല്ലല്ലോ, അല്ലെങ്കിൽ സമസ്ത CSCയെ തള്ളിയല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും സമസ്ത ഇടപെടുന്നത്, അല്ലെങ്കിൽ സമസ്ത എന്തിനാ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്, ഇടപെടുന്നത് എന്ന് പല പ്രധാനപ്പെട്ട വാഫികളായിട്ടുള്ള ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആളുകളുടെ പേര് ഇപ്പൊ പറയണില്ല, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സയ്യിദുൽ ഉലമ അടക്കമുള്ള വളരെ മഹത്തുക്കളായിട്ടുള്ള സമസ്തയുടെ സാദാത്യങ്ങളെ വളരെ നിസ്സാരമായിട്ട്, ഒന്നിനും കൊള്ളാത്തവർ, കഴിയാത്തവർ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് ഗ്രൂപ്പുകളിലൂടെയും പേഴ്സണലായിട്ടൊക്കെ സാധാരണ പ്രവർത്തകർക്കിടയിൽ സംസാരിക്കുന്ന രംഗങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അത് SKSSFന്റെ പ്രവർത്തകരോട്, സാധാരണ പ്രവർത്തകരോടായി സംസാരിക്കുന്നത്. അതൊരു പണ്ഡിതന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കാലത്ത് സമസ്തയുടെ നോക്കി നടന്നിരുന്ന ആളുകളുടെ സംസാരം ഉണ്ടാകുമ്പോൾ എത്രത്തോളമാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുത്തിവെച്ചത് അത് കിട്ടുകയാണ്, അവർ പുറത്തേക്ക് വരികയാണത്. അത് ഇപ്പോ അറ്റ്ലീസ്റ്റ് അവര് CSCയുമായിട്ട് നമ്മൾ എങ്ങനെയും വിചാരിക്കണം, എന്താണ്, നമുക്ക് നമ്മുടെ സ്ഥാപനം നമ്മുടെ ഇതിലായിട്ട് തന്നെ വരണം, അല്ലെങ്കിൽ സമസ്തയുടെ ആ ഒരു ലാബിൽ തന്നെ പോകണം എന്നുള്ള നിലക്കാണ്. പക്ഷെ അവർ പറഞ്ഞ സമസ്ത CSCയുമായിട്ടൊരു ബന്ധമില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ സമസ്ത അക്കാര്യങ്ങൾ നോക്കുന്നത്, നമുക്ക് അത് ഒഴിവാക്കിക്കൂടെ, വിട്ടുകൂടെ എന്നാണ്. ഇപ്പൊ ഒന്നിനും കഴിയാത്ത ഒരാളാണ് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ കഴിയാത്ത പല ആളുകളും അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ മുഷാവറയെ നിസ്സാരവൽക്കരിക്കുക. ഇതൊന്നും അവരുടെ മനസ്സിൽ കൊണ്ടടക്കല്ല. മനസ്സിൽ കൊണ്ടിടന്നാൽ നമുക്ക് അത് അത്ര വിഷയമില്ല, അത് ഓലായി ഓല പാടായി വെക്കാം. ഇത് അവർ പബ്ലിക് ഗ്രൂപ്പുകളിലൂടെ പറയുന്നു. സമസ്തയുടെ പ്രവർത്തകർ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ഇടയിൽ അവർ സംസാരിക്കുന്നു. അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അതേ വേർഷൻ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള അതേ ഒരു രീതി തന്നെ അവർ സാധാരണക്കാർക്കിടയിൽ സംസാരിക്കുകയാണ്. അതാണ് നമ്മൾ ഇപ്പൊ സമദ് ഫൈസി ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ ഇതില് അവര് വളരെ പ്ലാനിങ്ങോട് കൂടെ ഇപ്പോ ഇതിന്റെ മസ്ലഹത്തിന്റെ ആദ്യഘട്ടത്തിൽ നേരത്തെ സമീദ് വൈസി പറഞ്ഞ ഉമ്മർ കോയമാരാണ്. ഒരു ഉമ്മർ കോയ എന്നല്ലത്, ഈ ടീമർക്ക് ഈ ഉമ്മർ കോയമാർ ശരിക്കും അത് അവർക്ക് ഏതോ ശക്തമായ ഒരു ഇസ്ലാമിക് വിരുദ്ധ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് വിരുദ്ധ കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് സ്റ്റഡി കിട്ടിയതുപോലെയാണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ സമസ്തന്റെ ഒരു പ്രത്യേകത, കേരളത്തിന്റെ ഒരു പ്രത്യേകത, നേതൃത്വത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ജനത. അവർ പറഞ്ഞ അവിടെ നിൽക്കും. തീർച്ചയായും ഇതിനെ നശിപ്പിക്കണം. അവരൊക്കെ മോശക്കാരാണ്. അവർ പറഞ്ഞത് അംഗീകരിക്കേണ്ട ആളുകളൊന്നുമല്ല. അവരൊക്കെ കളങ്കിതരാണ്. അവരത്ര സൂക്ഷ്മത ഉള്ളവരൊന്നുമല്ല. പയഞ്ചരാണ്. അവർ നേതൃത്വം ക്വാളിറ്റി ഇല്ലാത്തവരാണ് എന്ന ഒരു നറേറ്റീവ് അവർ മനഃപൂർവ്വം പച്ചക്കളവുകൾ എഴുതിയിട്ട് അവർ ചെയ്തു, അവർ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഈ ആ സമയത്തൊക്കെ നമ്മളൊക്കെ അന്താളിച്ച് നിൽക്കുകയാണ്, എന്തൊക്കെയാണ് എഴുതി വിടുന്നത്. കാരണം അതിന്റെ മുമ്പ് വരെ കേരളത്തിൽ പണ്ഡിതന്മാരെ കുറിച്ച് തമാശക്ക് പോലും അങ്ങനെ പറയാനോ ചിന്തിക്കാനോ കഴിയില്ല. സാധാരണക്കാർ പറയില്ല, മുബത്തദികൾ പറയില്ല. നിങ്ങൾക്ക് തോന്നുന്നു വഹാബികൾ പോലും അങ്ങനെ പറയില്ല. ഒരു മുബത്തദിഴ പോലും ആ രീതിയിൽ അത്ര മോശമായിട്ട് പറയില്ല ആ രീതി. അപ്പൊ അത് വളരെ പ്ലാനിങ് ആണ്. കാരണം ഇതിന്റെ വിഷയങ്ങൾ പോകുന്നതല്ല, അവരെന്തായാലും സമസ്തയിൽ നിന്ന് പിരിയാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് പിരിയാൻ വേണ്ട. പക്ഷെ അത് അവര് സ്വന്തമായിട്ട് പോരാത്ത രീതിയിൽ അങ്ങനെ വരുത്തി ഫണ്ട് നിലനിർത്തണം, ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട്
ഫണ്ട് അതല്ലേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ഭയങ്കര ലീഗുകാരാകലും. അത് ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഇപ്പൊ സമസ്തയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഫണ്ടിന് ക്ഷീണം വരുമ്പോ പാവപ്പെട്ട മുസ്ലിം ലീഗിന്റെ ആളുകളെ വികാരം കൊള്ളിച്ച് സമസ്തക്കാരൊക്കെ ലീഗ് വിരുദ്ധരാണ്, ഞങ്ങളാണ് ലീഗിന്റെ ആളുകൾ എന്ന് വരുത്തുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ലീഗ് വിരുദ്ധതയും നമ്മൾ ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ നിലപാടുകളെ ഇതാക്കണമെങ്കിൽ അതൊക്കെ തങ്ങന്മാര് അല്ലെങ്കിൽ പാണക്കാട് വിരോധവും ആക്കിയിട്ട് ചിത്രീകരിക്കുകയാണ്. ശരിക്കും നമുക്ക് അത് ആ ഒരു വിഷയം നമുക്ക് നമ്മുടെ ഇതിലില്ല. നമ്മളല്ലേ ലീഗുകാര്, അതാണ് പറഞ്ഞത്. മുമ്പും നമ്മളാണ് ലീഗുകാര്, ഇപ്പോഴും നമ്മൾ തന്നെ ലീഗുകാര്. ഇത് ലീഗുകാരായതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ. അതുപോലെ ഇപ്പൊ നമ്മുടെ ഈ വിവാഹപ്രായ വിഷയത്തിൽ ആളുകൾ കേൾക്കാന്ന് വെച്ചാല് ശരിയല്ലേ, പഠിക്കണ പെൺകുട്ടികളെ അവര് കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ പഠിപ്പ് മുടങ്ങൂല, അത്രയും തീറ്റിപ്പൂരിത് വെറുതെ ആവൂലേ എന്നൊക്കെയാണ്. യഥാർത്ഥത്തില് സമസ്ത ആ വിഷയത്തിൽ ഇടപെടാനുള്ള കാരണം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സമസ്ത അതിന് മുമ്പ് ഇവര് അങ്ങനെ വിവാഹം കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും സമസ്ത ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. സമസ്ത ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സാഹചര്യം ഉണ്ടായിട്ടില്ല. സമസ്ത അതിൽ ഇടപെടാനുണ്ടായ സാഹചര്യം ശരിക്കും എന്താണ്? വിവാഹപ്രായ വിഷയത്തിൽ സമസ്ത ഇടപെടാനുണ്ടായ ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ഒരു സ്ഥാപനങ്ങളിലും ഇല്ലാത്തതാണ് നിയമം അനുശാസിക്കുന്ന ഒരു പ്രായം എത്തിയാൽ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് ഒരു കോഴ്സിലും പാടില്ല എന്നില്ല. MBBS ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. സമസ്ത ഇടപെടാൻ കാരണം വിവാഹം നടന്നതല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഈ വഫീ ചേർക്കുന്ന കുട്ടികളൊക്കെ കെട്ടിച്ചുടാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഇടപെട്ടത്. അല്ല, സമസ്ത ഇടപെട്ടത് യോജിച്ചുള്ള ഒരു വിവാഹം നിക്കാഹ് നടന്നപ്പോ, നിക്കാഹ് നടന്നു എന്നതിന്റെ പേരിൽ ആ കുട്ടിയുടെ പഠനം മുടക്കിയപ്പോഴാണ്. അവിടെയാണ് പ്രധാന പോയിന്റ്. ഇവര് തിരിച്ചിടുകയാണ്. അതായത് സമസ്ത പറയുന്നതും രക്ഷിതാക്കൾ പറയുന്നതും എന്റെ കുട്ടിക്ക് അനുയോജ്യമായ ഒരു വരനെത്തി, സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നു എങ്കിൽ കുടുംബത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഞങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. നിക്കാഹ് ചെയ്തു എന്നറിഞ്ഞാൽ ഉടനെ ആ കുട്ടിയെ പുറത്താക്കുകയാണ്. പുറത്താക്കുക. ആ കുട്ടി തുടർന്ന് പഠിക്കാൻ റെഡിയാണ്, കോളേജിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്. ലീവ് ഉണ്ടാകുമ്പോ പുതിയാപ്പള വന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട് വന്നവർ കൊണ്ടുവരും. അപ്പൊ സത്യത്തിൽ ഇവിടെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെ വിഷയം. നിക്കാഹ് നടന്നോ പുറത്താക്കുക. നിക്കാഹ് നടന്നു എന്നതിന്റെ പേരിൽ പഠനം മുടക്കരുത് എന്നാണ് സമസ്ത പറയുന്നത്. ഇവര് ഒരുപാട് കുട്ടികൾ വഴിയാതാറായിട്ടില്ലേ? എത്ര കുട്ടികൾ പഠനം. ഇവരാണെങ്കിലോ വലിയ പഠനത്തിന്റെ ആളുകളും. കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കണം, ഇങ്ങനെ പഠിപ്പിക്കണം. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ അതിനൊക്കെ ഒരു പറച്ചിലൊക്കെ ഉണ്ട്, അപ്പോസ്തലം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനത്തെ കുത്തക അവകാശപ്പെടുന്ന ആൾക്കാരാ. പഠനം മുടക്കുക എന്താ കാരണം? ഇസ്ലാമികപരമായും ഇന്ത്യൻ നിയമത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഒരു രക്ഷിതാവ് കാര്യങ്ങൾ ചെയ്താൽ ആ കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കണം എന്നാണ് സമസ്ത പറഞ്ഞത്. പഠനം മുടക്കുകയാണ് ഇവിടെ. അപ്പോഴാണ് സമസ്ത ഇടപെട്ടത്. എന്ത്? നിങ്ങളത് ചെയ്യരുത്, അങ്ങനെ ഡിമാൻഡ് വെക്കരുത്, നിക്കാഹ് ചെയ്യട്ടെ, കുട്ടി പഠനം പൂർത്തിയാക്കട്ടെ. അല്ല, സമസ്ത ഇടപെട്ടത് അപ്പോഴും അങ്ങോട്ട് ഇടപെട്ടതല്ലത്. അല്ല, അത് രക്ഷിതാക്കളിൽ നിന്ന് കത്ത് വന്നു. രക്ഷിതാക്കൾ, പുറത്താക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ ഇതിന്റെ അതായത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാർത്ഥിനികളെ നിക്കാഹ് നടത്തിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടപ്പോ ഈ രക്ഷിതാക്കൾ ഓടി വന്നത് സമസ്തയിലേക്കാണ്. എന്തുകൊണ്ട്? ആ രക്ഷിതാക്കൾ സമസ്തയുടെ അണ്ടറിൽ നടക്കുന്ന സ്ഥാപനം എന്നുള്ള നിലക്കാണ് ആ കുട്ടികളുടെ. അല്ല, ഇതില് സമസ്ത ഒരു കാലത്തും അങ്ങോട്ട് ഒരു കാര്യത്തിനും വെറുതെ ചെന്ന് ഇങ്ങോട്ട് പരാതി വന്നെങ്കിൽ മാത്രമേ ഏതൊരു കാര്യത്തിനെതിരെയും ആക്ഷൻ എടുക്കുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് പരാതി ചെന്നു ഈ പഠനം മുടക്കിയപ്പോ. എന്നാൽ അവിടെ ആ വിഷയമുണ്ട്. തങ്ങളുടെ ആളുകൾക്ക് നിക്കാഹിനും കല്യാണത്തിനും അനുമതി കൊടുത്തിട്ടുണ്ട്. നിഷേധിക്കട്ടെ. തങ്ങളുടെ ആളുകളുടെ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഇന്നത്തെ സ്മര്യ പുരുഷൻ, അവരുടെ ജീവാത്മാവും പരമാത്മാവും, മുസ്ലിയുടെ ഭാഷ എടുത്ത് പറഞ്ഞാൽ CISന്റെ ഒരു പറയുന്ന ജീവാത്മാവും പരമാത്മാവും ഉണ്ടല്ലോ, അവരുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ പല കല്യാണങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
എന്നാൽ ആലോചന നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് കുട്ടികളെ മോശമാക്കിയിട്ട് കുട്ടികളുടെ ഇടയിലിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഇനി വേറൊരു വിഷയവും അതിന്റെ പിന്നിലുണ്ട്. ആ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കേന്ദ്ര സർക്കാർ വിവാഹപ്രായം 21 എന്നൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടി സാധ്യതയുണ്ട്. വളരെ അതിനു വേണ്ടിയുള്ള പല നീക്കങ്ങളും നടക്കുന്ന സമയമാണ്. നമ്മൾ ആ വിഷയത്തിൽ ശക്തമായി അത് പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ 18 വയസ്സാകുമ്പോൾ കുട്ടികൾ കെട്ടിച്ചു വിടാനല്ല, 21 വയസ്സ് വരെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് 18 വയസ്സ്, ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സാണല്ലോ. 18 വയസ്സ് 19 വയസ്സാകുമ്പോഴേക്ക് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ പല പെൺകുട്ടികൾക്കും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ഒരു സെക്ഷൽ വിഷയം മാത്രമല്ല, അല്ല, സാമ്പത്തികം, കുടുംബ പശ്ചാത്തലം, ചില ദാരിദ്ര്യത്തിലിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു 19 വയസ്സാകുമ്പോൾ നല്ല സമ്പന്ന കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം വരികയാണെങ്കിൽ ആ കുട്ടിക്ക് അതിന്റെ പേരിൽ നഷ്ടപ്പെടും. 21 വയസ്സായിട്ടില്ല എന്നാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നഷ്ടപ്പെടാണ്ട്. അപ്പോ ശരിക്ക് 21 വയസ്സ് വരെ ആ കുട്ടി അങ്ങനെ കാത്ത് നിൽക്കണം. എന്നാൽ ചില ആൾക്കാർ 22, 23 കല്യാണം കഴിക്കണ്ടല്ലോ. അത് നമുക്ക് വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഈ വിഷയം ഭയങ്കര ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു മോലിയാർ എന്ത് ചെയ്യണത്, മോഡിക്കില്ലാത്ത പ്രശ്നം അല്ലെങ്കിൽ BJP ഗവൺമെന്റിന് ഇല്ലാത്ത പ്രശ്നം ഒരു തലയിൽ കെട്ടിട്ട് മൂലിയാർക്ക് 21 ആയിട്ട് ഇവിടുന്ന് ഔട്ട്. ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. ഇതൊന്നും കൗമറിയണില്ല. കൗമുദൊക്കെ ആ സമസ്ത സ്ത്രീ വിദ്യാഭ്യാസം, സമസ്ത സംവിധാനത്തെ തകർത്ത് വെറുതെ പറഞ്ഞുണ്ടാക്കിയത് കേൾക്കാന്നല്ലാതെ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതൊന്നും കൗമറിയണില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിവാഹപ്രായ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അന്ന് ഞാനിത് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്നില്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മുസ്ലിം സമുദായം അതുപോലെ തന്നെ കേരളത്തിന് പൊതുവെ ഒക്കെ ഈ ഒരു സംവിധാനത്തിനെതിരായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 വയസ്സാകുന്നത് 18 വയസ്സെന്നുള്ള 21 വയസ്സാകുന്നതിന് ഇവര് എന്നിട്ട് ഈ ഒരു പഠന കാലഘട്ടത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം നോക്കുമ്പോൾ സത്യത്തിൽ ഇവരെ എന്തായി ചെയ്യുന്നത്? സംഖ്യകൾക്ക് കൂടെ ചൂടി കൊടുക്കുക. അതെ കറക്റ്റ് അല്ലേ? അവരങ്ങനെ തീരുമാനം അത് തന്നെയാണ് വേണ്ടത് എന്നാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആവശ്യം എന്തായിരുന്നു? 18 വയസ്സിൽ തന്നെ നിർത്തുക എന്നുള്ളത് ഒക്കെ ഒരു പൊതു ആവശ്യമാണ്. ആ ഒരു സമയത്താണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അതിനെതിരെ ഒരു നിയമം ഉണ്ടാക്കി അതൊരു ക്രിമിനൽ കേസാക്കി മാറ്റുന്നത് ശരിയല്ല. ആ സമയത്ത് ഒരു നിക്കാഹ് ചുരുക്കി പറഞ്ഞാല് ബഹുമാനപ്പെട്ട അമീദ് ഫൈസി ഉസ്താദും MP കടുങ്ങല്ലൂർ ഉസ്താദും ഒരു വീഡിയോ ചെയ്തപ്പോ ഒരുപാട് സംഗതികളാണ് പുറത്തു വന്നത്. ആകത്തുക ഒരാളുടെ ദുർവാശയാണ് കേരളീയ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന, മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് കാരണം എന്ന് ബഹുമാനപ്പെട്ടവര് രണ്ടുപേരും തമ്മിൽ നടത്തിയ ആ ഒരു സംഭാഷണത്തിന് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി അതിലൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. സംഗതി ആ വീഡിയോന്റെ കമന്റില് ഒരുപാട് ആളുകൾ കാര്യങ്ങൾ മനസ്സിലായി, തെറ്റിദ്ധാരണ നീങ്ങി കിട്ടി, അതെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോ വന്നതോടുകൂടെ ഈ നമ്മളിപ്പോഴത്തെ ആ നളന്ത വിഭാഗം എന്നോ സുഹാബി ടീം എന്നോ ആരൊക്കെ കുറുവാ സംഘം എന്നൊക്കെ പറയുന്നത് എല്ലാ പേരും യോജിക്കുകയാണ്. എന്തോ ആട്ടെ, അതുമായി ബന്ധപ്പെട്ട ആളുകള് ഹമീദ് ഫൈസി ആരാണെന്ന് പറയാൻ. ഹമീദ് ഫൈസി എങ്ങനെ ഇതിലവിടെ ഉണ്ട്? ഹമീദ് ഫൈസി അവിടെ ഞാൻ അവിടെ പോയി, അലിക്കുട്ടി ഉസ്താദിന്റെ അവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇയാള് ഓടി നടന്ന് ഈ പ്രശ്നം രൂക്ഷാക്കുന്ന ആളായിരുന്നു. ഈ രീതിയിലൊക്കെ കമന്റ് ചെയ്ത് അവിടെ ഒന്ന് തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതല്ല, ഈ വീഡിയോ വന്നപ്പോ അവരുടെ ആയുധം നഷ്ടപ്പെട്ടു. അതാണ് അതിന്റെ പോയിന്റ്. എന്ന് പറഞ്ഞ അമീദ് ഫൈസി ആയിരുന്നു ഇതിന്റെ പിന്നിൽ. ഒരാള് വിദേശത്ത് പോയിട്ട് എല്ലാരും വിളിച്ചിരുത്തിങ്ങാണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ എന്താ, ആകെ തുക അമീദ് ഫൈസിയാണ് ഇതിന്റെ പ്രശ്നം. അമീദ് ഫൈസി ഇതിങ്ങോട്ട് തോല് പൊളിച്ചേക്ക് പിന്നെ പല ആൾക്കാർക്കും നിൽക്കാൻ കഴിയില്ല. പിന്നെ ചോദ്യം എന്താ തന്നെ, ഇത് പറയാൻ അമീദ് ഫൈസി ആരാ? അപ്പൊ ഇതുവരെ പറഞ്ഞ എന്താണ്, മുഴുവൻ പ്രശ്നവും അമീദ് ഫൈസി ആയിരുന്നു. ഇപ്പൊ എന്താ പറഞ്ഞത്, അമീദ് ഫൈസി ഇതിന്റെ പിന്നെ ആൾക്കാർ ആരാണ്? അമീദ് ഫൈസി എന്ന് പറഞ്ഞാൽ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന എന്താണ് പ്രവർത്തിക്കാനുള്ള സെക്രട്ടറിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. വർക്കിംഗ് സെക്രട്ടറി അമീദ് ഫൈസി ഉസ്താദിനെ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, അപ്പൊ ഞാനും മോയിൻകുട്ടി മാഷും ഇതൊന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് മാത്രമല്ല, ഈ കുട്ടികൾ ഈ സാധുകൾ ഇതൊന്നും അറിയണില്ല. ഈ സംഗതികളിലൊക്കെ
ഹമീദ് ഫൈസി ഉസ്താദുമായി ബന്ധപ്പെട്ട് ഹമീദ് ഫൈസി ഉസ്താദാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്, ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ആദ്യം മുതലേ ഉള്ളത്. ഇവരിപ്പോ ഇത് ഉണ്ടാക്കിയത് തന്നെ ഹമീദ് ഫൈസിയാന്നാ, ഇപ്പൊ പോയി ഇപ്പൊ ഉണ്ടാക്കിയത് ഹമീദ് ഫൈസിയാന്ന് പോയി. ഹമീദ് ഫൈസി ഇപ്പൊ പറയുന്നതാണ് പ്രശ്നം. ഇപ്പൊ പറയുന്നതാണ് പ്രശ്നം. ഹമീദ് ഫൈസി ഇതിലാരും പറയാൻ ആളല്ല. ഇപ്പൊ മൂപ്പര് പറയാൻ ആളല്ല. കാരണം പറഞ്ഞാൽ ഞങ്ങളെ ഉടിതൂണി കഴിയാണേ. ഇതിലിടക്ക് വേറൊരു റേറ്റിംഗ് വന്നിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ പിന്നിൽ ഹമീദ് ഫൈസിയോ അല്ലെങ്കിൽ മറ്റുള്ള സത്താർ ബന്ദൂരോ അതുപോലെ മറ്റുള്ളവരൊന്നുമല്ല, അതിന്റെ പിന്നിൽ വേറൊരു കരമാണ് എന്ന രീതിയിൽ ഒരു റേറ്റിംഗ് രണ്ടാളുകൾ അങ്ങനെ ഒരു റേറ്റിംഗ് മെസ്സേജ് അതിന്റെ ഇടയിൽ കറങ്ങി. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ അതെ, അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഇതിന്റെ ബാക്കിൽ നടത്തിയിട്ടുണ്ട്. വേറെ എന്താണോ ഇത് ഇവരൊന്നല്ല യഥാർത്ഥത്തിൽ ഇവരൊന്നല്ല ഇതിന്റെ പിന്നിലുള്ള പ്രശ്നക്കാരെന്നും ഇതിലിടക്കൊന്ന് എഴുതി വന്നു. ഒന്ന് വഴി തിരിച്ചുവിടാനുള്ള ശ്രമം ഒരു വാഫി പേര് വെച്ച് എഴുതിയിരുന്നു. രണ്ടാളുകൾ വിചാരിച്ചാൽ മുഷാവറയിൽ തന്നെ രണ്ടാളുകൾ പേര് നമ്മൾ പരാമർശിക്കേണ്ടതില്ല. അതായത് പുതിയ കെണി, പുതിയ കെണി. പക്ഷെ ആ കെണി കുട്ടികൾ പൊളിച്ച് കൈ കൊടുത്തു, പിന്നെ മുണ്ടിട്ടില്ല. ഈ ഹമീദ് ഫൈസി ഉസ്താദിനെ നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ വരുന്ന ഒരു കാലഘട്ടം, ഒരു സംഘടനയുടെ ഒരു യാത്ര തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളിൽ ഇടപെടാനും മുന്നിൽ നിൽക്കാനും ഒരുപാട് ആളുകളുടെ ക്രൂരമ്പേൽക്കാനും നിന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എന്ത് പ്രശ്നങ്ങൾ സമസ്തയുടെ ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ പ്രതിരോധിക്കാൻ ആദ്യം സമസ്തക്ക് വേണ്ടി മുന്നിൽ നിന്നുള്ള ഈ പറയുന്ന ഇപ്പൊ എതിര് നിൽക്കുന്നവർ വരെ ഒരു കാലത്ത് സമ്മതിച്ചിരുന്നതാണ്. അല്ല, വേറൊന്നുണ്ട്. സമസ്തയും സമസ്തയിലെ വിഷയങ്ങളും ഇപ്പോൾ ഈ തുള്ളിക്കളിക്കുന്ന ആളുകൾ പഠിച്ചത് ആയിരുന്ന ഹമീദ് ഫൈസിന്റെ അടുത്ത് നിന്നാണ്. ഹമീദ് ഫൈസി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തുനിന്നാണ് ഈ പറയപ്പെട്ട ആളുകളൊക്കെ സമസ്ത പഠിച്ചത്. അതെ അതെ. അതേപോലെ ഹമീദ് ഫൈസിക്കെതിരെ പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ആ കൂരമ്പുകൾ ഏൽക്കുക. അതായത് ഈ ജീവനുള്ള ആൾക്ക് വിമർശനങ്ങൾ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും വിഷയങ്ങളിൽ ഇടപെടുന്ന ആൾക്ക് മുന്നണി പോരാളികളായിരിക്കും ഏറ്റവും കൂടുതൽ ആയുധങ്ങളുടെ പരിക്കേൽക്കുക. അത് സ്വാഭാവികമാണ്. ഈ ഹമീദ് ഫൈസി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വൈകാരികമായിട്ടാണ് പറഞ്ഞത്. ഹമീദ് ഫൈസി ഫിത്ന ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് നിരന്തരം പാടിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇവരുണ്ടാക്കുന്ന ഫിത്നകളെയും കുത്തിത്തിരിപ്പുകളെയും ഹമീദ് ഫൈസി നിർവീര്യമാക്കി കളയാണ്. ഇതിലുള്ള അസ്വസ്ഥതയാണ് ഹമീദ് ഫൈസിയെ കുത്തിത്തിരിപ്പുകാരനാക്കുന്നത്. ഇയാൾ ഇവിടെ എന്നും ഫിത്ന ഉണ്ടാക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിലുള്ള സാധാരണക്കാരായ സമസ്തക്കാരായ സുന്നികളായ ആളുകൾക്ക് അബ്ദുൽ ഹമീദ് ഫൈസി എന്ന് പറഞ്ഞാൽ സുന്നത്യമായത്തിന്റെ ഒരു ആദർശ പോരാളിയായിട്ട് മാത്രമേ. അതോടൊപ്പം ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്ത് ഇപ്പോ ഹക്കീം ഫൈസി ഇവിടെ എത്ര 1000 വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെന്ന അതിന് പോലതാണല്ലോ. അല്ല, ഈ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടക്കം കുറിച്ച ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായി അല്ലെങ്കിൽ അവിടെ മേധാവിയാക്കി നിയമിക്കപ്പെടുകയും നിയമിക്കപ്പെട്ട ശേഷം തൻ്റെ അധികാരവും സ്വാധീനവും ഊട്ടിയുറപ്പിച്ച് ഒരു പ്രത്യേകമായൊരു സമിതി രൂപീകരിച്ച് ആ സമിതി സെനറ്റ് CIC എന്നൊക്കെ പറഞ്ഞപ്പോൾ വാഫികൾ തന്നെയാണ്. അതിന് കുറെ കണ്ടീഷൻസുകൾ നിരുപദ്രവകരമായ രീതിയിലുള്ളതാണ്. കോളേജിന്റെ വളർച്ചക്കാണെന്ന് തോന്നിപ്പിക്കുന്ന കുറെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ക്രമേണ ഇത് മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ചെയ്തത്. ഇത് മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് അവസാനം ഭരണഘടന വരെ മാറ്റിത്തിരുത്തി ആ സംവിധാനം മുഴുവനും തൻ്റെതാക്കി മാറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് തൻ്റെ റാൻമൂളികളായ ഒരു വിങ്ങിനെ ഇവിടെ രൂപീകരിച്ചു. ഈ വിങ് ആവട്ടെ സമസ്തക്കാരുടെ ചെലവിൽ സമസ്തയുടെ അധ്വാനത്താലും ശ്രമഫലമായും ഉണ്ടായ ഒരു സ്ഥാപനം, സമസ്തക്കാരുടെ വിയർപ്പിന്റെ അംശത്താൽ പടുത്തുയർത്തപ്പെട്ട സ്ഥാപനങ്ങൾ, അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചു വളർന്ന കുട്ടികളെ സമസ്തക്ക് എതിരാക്കി മാറ്റുന്ന ഒരു വലിയ സേവനമാണ് ഇന്ന് അദ്ദേഹം ചെയ്തു എന്ന് പറയാനുള്ളത്. അത്തരം ഒരു സേവനം എന്തായാലും ഇത് ചെയ്തിട്ടില്ല. പഴയ കാലത്തെ വൈദ്യന്മാര് പറയലുണ്ട്, ഈ അരിഷ്ടം 2 നേരം സേവിക്കുക എന്നതുപോലെ സമസ്തയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം കുറെ സേവിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ സേവനം. ആ സേവിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടില്ല, അയാൾക്ക് വേണ്ടി കുറെ ആളുകൾ ഉണ്ടാക്കിയിട്ടു. ഹമീദ് ഫൈസി അതല്ല. ഹമീദ് ഫൈസി അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിരോധത്തിന് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. ഇവർക്കത് അറിയില്ല. ഇവരന്നൊക്കെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി പലയിടത്തുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ ചോദിക്കുക ഹമീദ് ഫൈസി ഇത് പറയാൻ ആരാണ്? ഹമീദ് ഫൈസി അല്ലാതെ പിന്നെ ആരാണ് ഇത് പറയാൻ?
അതാണ് ഇതിന് മറുപടി. അമീദ് ഫൈസി അല്ലാതെ പിന്നെ ആരാണ് ഇതിൽ ഇടപെടാൻ? ആർക്കാണ് ഇവിടെ യോഗ്യത? അമീദ് ഫൈസിക്ക് യോഗ്യതയുള്ളൂ. സമസ്ത പടുത്തുയർത്തിയതെന്ന് പറയുമ്പോൾ പലരും പറയും അത് അങ്ങനെയല്ല, നമ്മൾ ഉസ്താദിന്റെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ ഉസ്താദ് അവിടെ ഇവിടെയും പോയിട്ട് പിരിച്ചെന്നൊക്കെയാണ് പറയാം. പക്ഷെ പോയി പിരിച്ചത് എന്ത് പറഞ്ഞിട്ടാണ് പിരിച്ചത്? വാഫി എന്ന് പറഞ്ഞിട്ടല്ല, സമസ്തയുടെ സ്ഥാപനം. ഇവിടെ ഇപ്പൊ എനിക്കെന്നെ അനുഭവമുണ്ട് പലയിടത്തും. SKSSFന്റെ കുട്ടികള് SKSSFന്റെ ഇവിടെ UAE തന്നെ വന്നിട്ട് പല സമയങ്ങളിലും പിരിവും കാര്യങ്ങളും നമ്മളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതെ 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 അതെ. ഈ ഒരു CICയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളും അതിന്റെ കീഴിലായിട്ട് വന്ന സ്ഥാപനങ്ങളാണ്. ഉദാഹരണത്തിന് വളാഞ്ചേരി മർക്കസ് ആണെങ്കിലും ബാഫിക്കറ്റിംഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ കീഴിലായതുകൊണ്ടാണ് അതിലേക്ക് സംഭാവനകളും ഒക്കെ ഈ ഒരു സമൂഹം, നമ്മുടെ സമസ്തയുടെ ഫണ്ട് തന്നെയാണ് അതിനായിട്ട് വന്നിട്ടുള്ളത്. സമസ്തയുടെ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ തന്നെയാണ് അതിനകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളത്. ഈ ഒരു ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് വളർന്നു വന്ന ഒരു സ്ഥാപനങ്ങൾ. അത് മാത്രമല്ല, ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ CICയിലേക്ക് ഈ ഒരു സംവിധാനങ്ങളിലേക്ക് കോളേജുകളിലേക്ക് കുട്ടികളെ ഒരു നിലക്ക് ഒരു സുപ്രഭാതത്തിൽ വന്നതോ ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും കുറച്ച് ആളുകളെ പിടിച്ചു കൊടുക്കുന്നതോ അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഓരോ താഴെ തട്ടിലുള്ള ഓരോ SKSFന്റെയും SYSന്റെയും ഒക്കെ മദ്രസ അധ്യാപകരും മുഅല്ലിമീങ്ങളുടെ ഒക്കെ ഒരു കർമ്മഫലമാണ് ഇത്. ഇത്രയും അതിൽ സംശയമൊന്നുമില്ല. കാരണം ഇത് ഈ ഒരു ഇത് നമ്മളെ സമസ്തയുടെ കീഴിലാണ് എന്നത് കൊണ്ട് മാത്രമാണ്. മറ്റുള്ള സംവിധാനങ്ങളുടെ കീഴിലാണെങ്കിൽ SKSFന്റെ പ്രവർത്തകർ ഇതിൽ കൊണ്ട് ഈ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അയക്കുവോ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുവോ? അപ്പൊ ഇതെല്ലാം ഒരു സമസ്തയുടെ സംവിധാനത്തിന്റെ കീഴിലായിരുന്നു അല്ലെങ്കിൽ കീഴിലാണ് എന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനു വേണ്ടി അത്രയും എഫേർട്ട് എടുത്തതും ഒക്കെ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് സമസ്തക്ക് ഇതിൽ റേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ സാധാരണ പ്രവർത്തകർക്ക് ഇതിൽ വേദന അല്ല. അതിന്റെ ബുദ്ധിമുട്ട് ആ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ അഡ്മിഷന്റെ കാര്യത്തിലാണെങ്കിലും ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെന്ന് പറഞ്ഞാല് കടത്തിൽ ഓടിയാലും കിബിറ് സമ്മതിക്കൂല പലതും പുറത്തു കൊണ്ടുവരാൻ. പക്ഷെ ഞമ്മക്ക് പലതൊക്കെ അറിയാം, നമ്മളിപ്പോ അതൊന്നും ഇപ്പൊ പറയണില്ല. തീർച്ചയായും ഇത് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വാശി തന്നെയാണ്. ഉറപ്പ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാതിരിക്കാനും അവസാനിക്കാതെ അദ്ദേഹത്തിന് ഒരു സ്വതന്ത്രമായി, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എനിക്ക് തോന്നുന്നു ഇതൊരു സ്വതന്ത്ര സംവിധാനമായിട്ട് എല്ലാവരുടെയും ഇതോട് കൂടിയിട്ട്, എന്നാൽ സമസ്തക്ക് ഇതിലൊന്നും പ്രത്യേകിച്ച് റൈറ്റോ കാര്യങ്ങളോ ഇടപെടാനോ കഴിയാത്ത രീതിയിൽ ഇതൊരു സ്വതന്ത്രം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ മാത്രം കൊണ്ടുപോകാൻ ഒരു സംവിധാനമാക്കി. വഹാബികളാണെങ്കിലും മൗദൂദികളാണെങ്കിലും അസുന്നികളാണെങ്കിലും ആരാണെങ്കിലും സഹായിക്കുന്ന അവരുടെയൊക്കെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്ന ഒരു പൊതു സംവിധാനമാക്കി ഇതിനെ മാറ്റി പിന്നെ സമസ്തയുമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ചില നയങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സമസ്ത നടപടി എടുക്കാനുള്ള കാരണം അതാണല്ലോ. ആ ഒരു അവസ്ഥയിൽ ഒരു 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 പൊതു വിദ്യാഭ്യാസ സംവിധാനമായി ലിബറൽ ഇസ്ലാമിനെ അവതരിപ്പിച്ച് അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സ്ഥാപനമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം. അത് ക്രമേണ ആവുള്ളൂ, പെട്ടെന്നാവില്ല. ഇപ്പൊ സമസ്തയായിട്ടുള്ള ബന്ധം, ആ സംഘടനാ ബന്ധം ഒഴിവാക്കുക. ഇപ്പൊ ഈ കോലത്തിൽ ഫിത്തനകൾ കുത്തിത്തിരിപ്പുകളാവുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്ത തള്ളിക്കഴിഞ്ഞാൽ സമസ്തയുമായി ഡിസ്കണക്ട് ആകുമ്പോഴേക്ക് അപ്പുറത്ത് പെട്ടെന്ന് ഒരു 110 ലീഗുകാരായിട്ട് രംഗപ്രവേശനം ചെയ്ത് ലീഗുകാരെ കുറച്ചിങ്ങനെ ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ കൂടെ കുറെ പൊതുമുഖം കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ട്രാപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സമസ്തയിൽ നിന്ന് മാറ്റുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയവൽക്കരിക്കണം. രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ടാവണം. അതിനെയാണ് മുസ്ലിം ലീഗിനെ അവരെന്ത് ചെയ്യണം, കരുവാക്കുന്നത്. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ എക്സ്ട്രാ ഒരു 110 ലീഗുകാരായിട്ടോ, ഇത് ഇവരുടെ കാപട്യം അറിയുന്നവര്, അതാണ് യഥാർത്ഥത്തിൽ ചില ഏതാനും ലീഗുകാരല്ലാത്ത എല്ലാവർക്കും അറിയാം. അതാണ് ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് അറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിൽ വേറൊരു കാര്യം ഉയർന്നു വരുന്നുണ്ട്. ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്, എള്ളുണങ്ങണത് എണ്ണക്കാണ്. പക്ഷെ ചില കുറുഞ്ചാത്തന്മാർ ഇപ്പോഴും ഇതിൽ ഉണങ്ങുന്നുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. എള്ളുണങ്ങണത് എണ്ണക്കാണ്, സ്വാഭാവികം. പക്ഷെ ചില കുറുഞ്ചാത്തന്മാരും ഈ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ചുരുക്കത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ വളർന്നു വന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് വഫിയ എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും വളരെ കുറഞ്ഞ വാഫികൾ മാത്രമാണ് സമസ്തയുടെ ഈ തീരുമാനത്തിനൊക്കെ എതിരായിട്ട് നിൽക്കുന്നത്. നമ്മളൊക്കെ അറിയുന്ന നൂറുകണക്കിന് വാഫികൾ സമസ്തയുടെ കൂടെ ശക്തമായി അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ വഫിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവര് മനസ്സിൽ വിഷമമൊന്നും തോന്നരുത്. അത് അങ്ങനെ പറയുന്നത് ആളുകൾക്ക് ബോധ്യപ്പെടുക എന്നുള്ളതൊക്കെ മാത്രമാണ്. ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട്
സമസ്തയുടെ കീഴിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആശയാദർശങ്ങളും സംഘടനാപരമായും ബന്ധവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല സംവിധാനത്തിലേക്ക് അത് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം. ഇനി നമ്മുടെ ഈ വിഷയങ്ങൾ എന്തായാലും പിന്നെ പല ആളുകളും നിരവധി പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായ വിഷയങ്ങൾ സംസാരിക്കാനും ആ വിഷയത്തിൽ ചർച്ച ചെയ്യാനും വളരെ സന്തോഷത്തോടു കൂടെ ഇനിയും മുന്നോട്ട് വരും. എത്രത്തോളം വാഫികൾ തന്നെ ഉണ്ടാവും അല്ലെ? ഇതുപോലെ ഒരു 4 ആളെ കൂട്ടത്തിൽ ഒരു വാഫി കൂടി വേണം. വാഫികൾ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മുടെ വീഡിയോയിൽ മുന്നിൽ വരും എന്ന് തന്നെയാണ്. നിങ്ങൾക്കിത് കാണാം. ഏതായാലും അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.